അകത്ത് പറഞ്ഞല്ല ഞാൻ കേട്ട്. ഈ ചാവാത്ത ദാസമൂലാലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ റീത്തിന്റെ പ്രശ്നം എന്താ ഉണ്ടാക്കി. എന്തായാലും ഇതോടെ തീർന്നല്ലോ. ഭാഗ്യെന്ന് വെച്ചാൽ കളയണ്ട, അങ്ങനെ ചത്തട്ടില്ല പച്ചമ്പി. കളയണ്ട, അതിലൊരു ചെറിയ പണിയുണ്ട്. ഇന്നത്തെ പണി റീത്തിന് പണി വൈരാഗ്യം തീർക്കാനുണ്ട് എനിക്ക്. വൈരാഗ്യം തീർക്കാൻ? കർത്താവേ, അച്ചമ്പി അച്ചമ്പി എന്ത് പണിയാണ്? ആറി കഴിഞ്ഞ് ചൂടാക്കി ബിരിയാണിയൊക്കെ നിൽക്കില്ലേ, അതവിടെ കഴിഞ്ഞ്. വേണ്ട, ഈ ഒരു ഓഞ്ഞ റീത്തിന്റെ പേരില്ലേ ആങ്ങളെയും പെങ്ങളെയും കൂടെ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? അതുകൊണ്ട് എനിക്കറിയാം എന്താ ചെയ്യണത്. പോലീസുകാരനും പെങ്ങളും ഒന്ന് പുറത്തോട്ട് വരുമോ? പറ്റാവുന്നില്ല. എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് തിത്തൈ തുള്ളിയത്? ഇതെന്താണെന്നറിയാമോ? നിങ്ങളുടെ അജി കൊണ്ടുവച്ച റീത്തതാ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയി. അവിടെ കൊണ്ടാണോ വെച്ചത്? എന്നിട്ടാണ് ഞങ്ങളെ റീത്ത് എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച. എന്റെ പൊന്നെ, പറയായിരുന്നില്ല. എന്തൊക്കെയാടി നീ പറഞ്ഞത് എന്റെ പാർട്ടിയെ? അപ്പൊ ഇത് ഇപ്പൊ കൊണ്ടുവച്ചല്ലേ? അജി എപ്പോ കൊണ്ടുവച്ചെന്ന് ഞാൻ കണ്ടില്ല. വെറുതെ എന്റെ അളിയനെ കുറ്റം പറഞ്ഞു. ചാവാത്ത ദാസപ്പ മലയാളിക്ക് നീ റീത്ത് വേണ്ട. എടുത്ത് ആങ്ങളയുടെ നെഞ്ചത്ത് വെച്ചിട്ട് നീ കൂടെ അവിടെ നിന്ന് വീശിക്കൊടു. നിന്റെ റീത്ത് അവിടെ? അതുകൊണ്ട് റൊണാൾഡോ അങ്ങ് പോയി. റൊണാൾഡോ അങ്ങോട്ട് കയറി പോയി. അവൻ ഇതൊന്നും അറിഞ്ഞില്ല. ഇത് റീത്ത് കളനെ കണ്ടുപിടിക്കാനുള്ള ഞങ്ങളുടെ ഒരു നമ്പറായിരുന്നു. എന്ത് നമ്പർ? എടാ, ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെടും മുമ്പ് ഒന്ന് വിളിച്ചു നോക്കണമായിരുന്നു ആരെങ്കിലും. ദാസപ്പ മുതൽ യഥാർത്ഥത്തിൽ മരിച്ചു. അപ്പൊ പിന്നെ ഇപ്പൊ മരിച്ചില്ല? അതിലെ പറഞ്ഞ ഞങ്ങളുടെ നമ്പറായിരുന്നു. നീ എടുത്തോണ്ട് പോടി. ഞാൻ എന്തായാലും ബാഗ് എടുക്കട്ടെ. പിന്നെ അത് മറിച്ചിടണ്ട. ഞാനേ ഈ റീത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേറൊരു റീത്തുമായിട്ട് വരാം കേട്ടോ. ക്ലീറ്റോ ചേട്ടാ, കഷ്ട. നെഞ്ച് റെഡിയാക്കി വെച്ചോ, ചേച്ചി ഇപ്പൊ റീത്തുമായിട്ട് വരും.